ടുനെറ്റ് ന്യൂസ് കാലാവസ്ഥാ വാർത്തയിലേക്ക് സ്വാഗതം. കേരളത്തിൽ അടുത്ത ദിവസങ്ങളിൽ അനുഭവപ്പെടുന്ന ചൂട് കണക്കിലെടുത്താൽ ഉഷ്ണതരംഗത്തിനുള്ള സാഹചര്യമുണ്ടെന്ന് കാലാവസ്ഥാ വിദഗ്ധർ. സമതലങ്ങളിൽ അന്തരീക്ഷോഷ്മാവ് 40 ഡിഗ്രിയും മലമ്പ്രദേശങ്ങളിൽ 30 ഡിഗ്രിയും ആവുമ്പോഴാണ് ഉഷ്ണതരംഗമാവുന്നത്. ശനിയാഴ്ച രാജ്യത്തു തന്നെ ഏറ്റവും കടുത്ത ചൂട് അനുഭവപ്പെട്ടത് പാലക്കാട്ടാണ്. 38 ഡിഗ്രിയായിരുന്നു താപനില. കൂടുതൽ ചൂടനുഭവപ്പെടാറുള്ള ഏപ്രിൽ, മെയ് മാസങ്ങൾക്ക് മുൻപാണ് ഇതെന്നതു കാര്യമായെടുക്കണം. കേരളത്തിൽ മാത്രമല്ല, ദേശീയ, ആഗോളതലത്തിലും 10 വർഷമായി ചൂട് വർദ്ധിച്ചുവരികയാണെന്ന് മെറ്റ്ബീറ്റ് വെതർ പറയുന്നു. പശ്ചിമഘട്ടത്തിലെ പാലക്കാട്, പുനലൂർ ഗ്യാപ്പുകൾ വഴി വീശുന്ന വരണ്ട വടക്കുകിഴക്കൻ ചൂടുകാറ്റാണ് പാലക്കാടൻ ഭാഗങ്ങളിലെ ഉയർന്ന ചൂടിനു കാരണമാവുന്നത്. 2016 ഏപ്രിലിലായിരുന്നു പാലക്കാട്ട് ഏറ്റവും കൂടുതൽ ചൂട് രേഖപ്പെടുത്തിയത്, 41.9 ഡിഗ്രി. രാജ്യത്ത് മാർച്ച് മുതൽ മെയ് വരെയുള്ള കാലയളവിലാണ് ഉഷ്ണതരംഗം സാധാരണ ഉണ്ടാവാറ്. ഒഡീഷ, ബിഹാർ, പഞ്ചാബ്, ഹരിയാന, ഡൽഹി, ഉത്തർപ്രദേശ്, രാജസ്ഥാൻ തുടങ്ങിയ സംസ്ഥാനങ്ങളിലാണു സാധാരണ ഉഷ്ണതരംഗം അനുഭവപ്പെടാറുള്ളത്. തമിഴ്നാട്ടിലും കേരളത്തിലും ഇത് സാധാരണമല്ല. 2016 മുതലാണ് തീവ്രമായ കാലാവസ്ഥാ വ്യതിയാനം കേരളത്തിൽ പ്രകടമായതെന്നും കേരളത്തിൽ ആദ്യമായി ഉഷ്ണതരംഗമുണ്ടായത് 2016-ലാണെന്നും മെറ്റ്ബീറ്റ് പറയുന്നു. ശേഷം 2017-ൽ ഓഖിയും 2018-ൽ പ്രളയവും ഉണ്ടായി. ചൂട് വല്ലാതെ കൂടി നിൽക്കുമ്പോൾ ഇടയ്ക്ക് മഴ ലഭിക്കും. എന്നാൽ നിലവിൽ അതിനുള്ള സാധ്യതയില്ലെന്ന് മെറ്റ്ബീറ്റ് വെതർ പറയുന്നു. കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ പ്രതിഫലനമാണ് അന്തരീക്ഷോഷ്മാവിലെ വർധനവ്. ഭൂമധ്യരേഖയോട് അടുത്തുകിടക്കുന്ന പ്രദേശമായതിനാൽ കേരളത്തിൽ ചൂട് വർദ്ധിക്കുമെന്ന് തിരുവനന്തപുരം കാലാവസ്ഥാ വിഭാഗം ഡയറക്ടർ നീതാ ഗോപാൽ പറയുന്നു. കാലാവസ്ഥാ വാർത്തകൾ കൃത്യമായി ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി.